നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ, അതായത് ലോക ചരിത്രം പഠിക്കുമ്പോൾ, അതിൽ പ്രതിപാദിക്കുന്ന ഒരു പ്രധാന വ്യക്തിയുണ്ട്. ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായ ലൂയി 14 1643 മുതൽ 1715 വരെ ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജാവാണ് ഈ പറയുന്ന ലൂയി 14. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ 72 വർഷവും 3 മാസവും 18 ദിവസവും അദ്ദേഹം രാജാവായിരുന്നു. യൂറോപ്പിലെ ഏകാധിപതികളിൽ ഏറ്റവും ദൈർഘ്യമേറിയ കാലം അദ്ദേഹത്തിൻ്റെ ഭരണകാലമാണ് എന്നാണ് പറയുന്നത്. പ്രജകൾക്ക് പുല്ലിൻ്റെ വില പോലും നൽകാത്ത ഒരു ഭരണാധികാരിയായിരുന്നു ഈ പറയുന്ന ലൂയി 14. അദ്ദേഹത്തിൻ്റെ അതിപ്രശസ്തമായ ഒരു വാക്യമുണ്ട്: ഞാനാണ് രാഷ്ട്രം, എനിക്ക് ശേഷം പ്രളയം. അതായത് ഞാനാണ് ഈ രാജ്യത്തെ അവസാന വാക്ക് എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രജകൾക്ക് പുല്ലുവിലയും നൽകാത്ത ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. രാജപദവി ദൈവികമായി കൈവരുന്നതാണെന്നും രാജാക്കന്മാരുടെ ഭരണത്തിന് സമയപരിധി ഉണ്ടാകരുതെന്നും വിശ്വസിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന ലൂയി 14. സാധാരണ ജനങ്ങൾക്ക് യാതൊരുവിധ വിലയും അദ്ദേഹം നൽകിയിരുന്നില്ല. അവരൊക്കെ തൻ്റെ അടിമകൾ എന്ന ചിന്തയായിരുന്നു ഇദ്ദേഹത്തെ ഭരിച്ചിരുന്നത്. ഞാനിപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ പറയാനുള്ള കാരണം സമകാലികമായ ചില സംഭവങ്ങളാണ്. ലൂയി 14 ഭരണകാലം നമ്മൾ ഓർക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ജനങ്ങളോടുള്ള ഇടപെടൽ നമ്മുടെ ഓർമ്മയിലേക്ക് വരുമ്പോൾ, സ്വാഭാവികമായും ഇപ്പോൾ കേരളീയരുടെ മനസ്സിൽ കയറി വരുന്ന ഒരു മുഖമുണ്ട്: ശ്രീമൻ സുരേഷ് ഗോപിയുടേത്. ആരോട് എന്താണ് സംസാരിക്കുന്നത് എന്ന് ഒരു ബോധവുമില്ലാതെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ യാത്ര. സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ രീതികളൊക്കെ മലയാളികളെ കുറച്ചൊന്നുമല്ല അമ്പരപ്പിക്കുന്നത്. അഭിപ്രായങ്ങൾ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് മോശമായി പെരുമാറുന്ന രീതി ഇദ്ദേഹം തുടർന്നു വരികയാണ്. നേരത്തെ 1-2 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എങ്കിലും ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള വാർത്തകൾ ആവർത്തിച്ച് മലയാളികളുടെ മുന്നിലേക്ക് എത്തുകയാണ്. മാധ്യമപ്രവർത്തകരുടെ കാര്യമാണ് കഷ്ടം. വാർത്തയാണ് അവരുടെ തൊഴിൽ ഉപകരണം എന്നുള്ളതിനാൽ എത്രയൊക്കെ ആട്ടിയാലും വീണ്ടും പിന്നാലെ പോകേണ്ട ഗതികേടിലാണവർ. പക്ഷേ ഇനി അങ്ങനെയല്ല കാര്യങ്ങൾ. സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ കാര്യങ്ങളൊന്നും മാറാൻ പോവുകയാണ്. സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് കാണിക്കുന്ന പെരുമാറ്റം സംബന്ധിച്ച് അതേ നാണയത്തിൽ തിരിച്ചു മറുപടി നൽകണമെന്നാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മ തീരുമാനിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇത്രയും നാളും അത്തരത്തിലൊരു തീരുമാനം മാധ്യമപ്രവർത്തകരോ മറ്റാരുമോ എടുത്തിരുന്നില്ല. എന്നാൽ ഇനി അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാണ്. അളമുട്ടിയാൽ ചേരയും കടിക്കും എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട്. ആ ചൊല്ലിനെ ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. കേരള പത്രപ്രവർത്തക യൂണിയൻ ഡൽഹി ഘടകം ഓൺലൈൻ മുഖേന സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിലാണ് പത്രപ്രവർത്തകർ സുരേഷ് ഗോപിക്കെതിരെ കടുത്ത തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. പത്രപ്രവർത്തകരുടെ ഡൽഹി ഘടകം ഓൺലൈനിൽ യോഗം കൂടാൻ തന്നെ കാരണം സുരേഷ് ഗോപിയാണ്. കഴിഞ്ഞ ദിവസം വീണ്ടും സുരേഷ് ഗോപി മലയാള മാധ്യമ പ്രവർത്തകനോട് മോശമായി പെരുമാറി എന്ന വിവരം പുറത്തു വന്നിരുന്നു. സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടായതോടെ മാധ്യമപ്രവർത്തകർ യോഗം ചേരുകയും സുരേഷ് ഗോപിക്കെതിരെ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയുമായിരുന്നു. ഡൽഹിയിലെ പ്രശസ്ത മാധ്യമപ്രവർത്തകനും ടെലഗ്രാം എഡിറ്റർ ഇൻ ചാർജുമായ ആർ രാജഗോപാലാണ് മാധ്യമപ്രവർത്തകരുടെ ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തത്. മറ്റുള്ളവർക്ക് യാതൊരു വിലയും നൽകാതെ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ നിരന്തരം അവഹേളിക്കുന്ന കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയെ കൂടുതൽ തുറന്നുകാട്ടുകയാണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യവേ വ്യക്തമാക്കി. മാധ്യമപ്രവർത്തകരെ ഒരു കേന്ദ്രമന്ത്രി ഭീഷണിപ്പെടുത്തിയത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സുരേഷ് ഗോപിയിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങളാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയോട് സമവായത്തിനോ മറ്റു കാര്യങ്ങൾക്കോ പോകേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം ആളുകളുടെ ജനാധിപത്യ വിരുദ്ധത ജനങ്ങൾക്ക് മുന്നിൽ കൂടുതൽ തുറന്നുകാട്ടുകയാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെക്കുറിച്ച് ജനങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാധ്യമപ്രവർത്തകനോടുള്ള മോശം പെരുമാറ്റത്തിൽ മാപ്പ് പറയാൻ സുരേഷ് ഗോപി തയ്യാറാവുകയാണ് വേണ്ടത്. അങ്ങനെ ഉണ്ടാവാത്ത പക്ഷം മാധ്യമപ്രവർത്തകർ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിലും അദ്ദേഹം നിർദ്ദേശം നൽകി. സുരേഷ് ഗോപി ഈ സംഭവത്തിൽ മാപ്പ് പറയാത്ത പക്ഷം സുരേഷ് ഗോപിയുടെ വാർത്ത നൽകുമ്പോൾ മാധ്യമപ്രവർത്തകരോട് മോശമായി പെരുമാറിയ വ്യക്തി എന്ന കാര്യം കൂടി എല്ലാ വാർത്തകൾക്കും ഒപ്പം ചേർക്കുക എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വച്ച നിർദ്ദേശം. എന്നിട്ടും തിരുത്തിയില്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ പാലക്കാട് പ്രചരണം നടത്താനെത്തുന്ന BJP നേതാക്കളുടെ വാർത്തകളുടെ ഒപ്പം വരെ ഈ വിവരം നൽകണമെന്നും
ആർ രാജഗോപാൽ പറഞ്ഞു. മാധ്യമപ്രവർത്തകർ ശക്തമായ നടപടികൾ സ്വീകരിക്കാത്തതിൻ്റെ ഫലമാണ് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ എഡിറ്റർമാർ തയ്യാറാകണമെന്നും ആർ രാജഗോപാൽ ആവശ്യപ്പെട്ടു. യോഗത്തിൽ പങ്കെടുത്ത മറ്റു മാധ്യമപ്രവർത്തകരെല്ലാം വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് സുരേഷ് ഗോപിക്കെതിരെ ഉയർത്തിയത്. സുരേഷ് ഗോപിയെ ദുർഗുണ പരിഹാര പാഠശാലയിൽ അയക്കണമെന്നാണ് പത്രപ്രവർത്തക യൂണിയൻ മുൻ ജനറൽ സെക്രട്ടറി ആർ കിരൺ ബാബു പറഞ്ഞത്. അതേസമയം KUWJ സംസ്ഥാന സമിതി അംഗവും 24 ന്യൂസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ ബി ദിലീപ് കുമാർ മറ്റൊരു കാര്യമാണ് ചൂണ്ടിക്കാട്ടിയത്. തൊഴിലിനോടുള്ള ഉത്തരവാദിത്വം പുലർത്തുന്നതുകൊണ്ട് സുരേഷ് ഗോപി ജനപ്രതിനിധിയായി ഇരിക്കുന്ന കാലം റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമെന്നും അത് മാധ്യമപ്രവർത്തകരുടെ കടമയാണെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഉത്തരവാദിത്വപൂർവ്വം പെരുമാറാൻ സുരേഷ് ഗോപിയും തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ രാജ്യത്തെ ഒരു ജനപ്രതിനിധി എന്ന നിലയിലല്ല സുരേഷ് ഗോപിയുടെ പല പെരുമാറ്റങ്ങളും ഇപ്പോൾ കാണുന്നത്. ഈ നിലപാട് അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് ദിലീപ് കുമാർ ചൂണ്ടിക്കാട്ടിയത്. അതേസമയം സുരേഷ് ഗോപി രാജാവും മറ്റുള്ളവർ പ്രജകളുമല്ലെന്ന് പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ മാനേജിംഗ് കമ്മിറ്റി അംഗവും റിപ്പോർട്ടർ ചാനൽ നോർത്ത് ഇന്ത്യ ഹെഡും ആയ PR സുനിൽ പറഞ്ഞു. പാർലമെന്റ് മെമ്പറായ ശേഷം അധികാരഭാവത്തോടെയാണ് സുരേഷ് ഗോപിയുടെ ഓരോ പെരുമാറ്റങ്ങളും പുറത്തു വരുന്നത്. ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന നിലപാട് ഇത് അംഗീകരിച്ചു തരാനാകില്ലെന്ന് തന്നെയാണ് യോഗത്തിലെ ഭൂരിപക്ഷം അംഗങ്ങളും വ്യക്തമാക്കിയത്. എന്തായാലും സുരേഷ് ഗോപിക്കെതിരെ വലിയ രീതിയിൽ തീരുമാനങ്ങൾ എടുത്തു തന്നെയാണ് പത്രപ്രവർത്തക അംഗങ്ങൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഇത്രത്തോളം രാഷ്ട്രീയ പ്രവർത്തകരും മറ്റ് ചുമതലകൾ വഹിക്കുന്നവരും ഉണ്ടെങ്കിലും സുരേഷ് ഗോപിയിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത് ജനാധിപത്യ വിരുദ്ധതയുടെ ഭാഗം തന്നെയാണെന്ന് പത്രപ്രവർത്തക അസോസിയേഷൻ ചൂണ്ടിക്കാട്ടുന്നു. തൃശ്ശൂരിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ആ സമയത്ത് മാധ്യമങ്ങൾ നൽകിയിരുന്നു. ഒരു സിനിമാ നടൻ എന്നതിലുപരി ഒരു രാഷ്ട്രീയക്കാരനായും പിന്നീട് ഒരു ജനപ്രതിനിധിയായും സുരേഷ് ഗോപി മാറിയപ്പോൾ അതിനെ എല്ലാം പരമാവധി പിന്തുണച്ചവരാണ് സകല മാധ്യമങ്ങൾ. എന്നാൽ ജനപ്രതിനിധി ആയതോടെ സുരേഷ് ഗോപിയുടെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റങ്ങൾ വന്നു എന്നും പത്രപ്രവർത്തക യൂണിയനിലെ ചില അംഗങ്ങൾ വ്യക്തമാക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ മറ്റൊരു രാഷ്ട്രീയ നേതാവും ഇത്തരത്തിൽ മാധ്യമങ്ങളോട് പെരുമാറിയിട്ടില്ല എന്നാണ് യൂണിയൻ നിലപാട്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ ഈ ഏകാധിപത്യ പ്രവണതയെ ഇനി അംഗീകരിക്കേണ്ടതില്ലെന്നും കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകണമെന്നുമാണ് യൂണിയൻ ഒറ്റക്കെട്ടായി ഉയർത്തിയ തീരുമാനം. മാധ്യമങ്ങളെ സംബന്ധിച്ച് രണ്ട് രീതിയിൽ പ്രതികാരം തീർക്കാം. ഒന്ന്, ടാർഗറ്റ് ചെയ്യുന്ന വ്യക്തിയെ തുറന്നു കാണിച്ചുകൊണ്ട് വാർത്തകൾ പ്രസിദ്ധീകരിക്കുക. രണ്ട്, ആ വ്യക്തിയെ പരമാവധി അവഗണിക്കുക എന്ന നയം. ഈ പറഞ്ഞത് മാധ്യമപ്രവർത്തകരുടെ കാര്യം. ഇനി മാധ്യമങ്ങളിൽ വാർത്തയാകണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. അവർക്കും ഈ പറഞ്ഞതുപോലെ രണ്ട് വഴികളാണുള്ളത്. ഒന്ന്, നല്ലത് ചെയ്യുക, അങ്ങനെ മാധ്യമങ്ങൾ അയാളെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് വാർത്തയാക്കുക. രണ്ട്, വളരെ മോശം കാര്യങ്ങൾ ചെയ്യുക, അതും മാധ്യമങ്ങൾ വാർത്തയാക്കുന്നതോടെ അയാൾ വാർത്താ താരമാകും. പക്ഷേ രണ്ടാമത്തേതിൽ കുറച്ച് തൊലിക്കെട്ടി വേണം. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഈ രണ്ടാമത്തേതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളെ സംബന്ധിച്ച് നമ്മൾ ആദ്യം പറഞ്ഞ സംഭവം, അതായത് പാടെ അവഗണിച്ച് തള്ളുക എന്നുള്ള നയം സ്വീകരിക്കുക എന്നുള്ളതാണ് അനുയോജ്യം. സുരേഷ് ഗോപിയെ പോലുള്ള ഒരു വ്യക്തിക്ക് പരമാവധി വാർത്താ പ്രാധാന്യം ലഭിക്കുന്നത് കൊണ്ട്, അതായത് പുള്ളിക്കാരൻ എന്ത് ചെയ്താലും വാർത്തയാകുന്നു എന്നുള്ളത് കൊണ്ട് മാധ്യമങ്ങൾ ഒരിക്കലും പുള്ളിയെ വിട്ടുപോകില്ല. അവഗണിക്കുക അല്ലെങ്കിൽ തുറന്നു കാണിക്കുക എന്നൊക്കെ ഒരു ഓളത്തിന് പറയും എന്നല്ലാതെ അങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ. സുരേഷ് ഗോപി ഇനിയും മാധ്യമപ്രവർത്തകരെ തെറി വിളിക്കും. മാധ്യമപ്രവർത്തകർ വീണ്ടും യോഗം കൂടി സുരേഷ് ഗോപിക്കെതിരെ ഉപരോധം പ്രഖ്യാപിക്കും. പക്ഷേ അതിനിടയിൽ ഒരു കൂട്ടരുണ്ട്, മാധ്യമ മുതലാളികൾ. അവർ വാർത്ത എടുക്കാൻ പറയുമ്പോൾ ഈ പറയുന്ന മാധ്യമപ്രവർത്തകർ വീണ്ടും പോയി ഈ തെറി വിളിച്ചവൻ്റെ വാർത്തയും എടുത്തുകൊണ്ട് തിരിച്ചു വരും. ഇക്കാര്യത്തിലും ഇതുതന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ കരുതുന്നത്.